നമ്മളിന്ന് കടന്നു ചെല്ലുന്നത് ഇന്ത്യയിലെ ഇതിഹാസ ഗ്രന്ഥങ്ങളിലൊന്നായ ശിവപുരാണത്തിലേക്കാണ്. ഇതൊരു പുസ്തകം മാത്രമല്ല, കഥകളുടെ ഒരു പ്രപഞ്ചം തന്നെയാണ്. അപ്പൊ നമുക്ക് ആ ലോകത്തേക്ക് ഒന്നിച്ചു പോകാം. ഒരു യോദ്ധാവായ ദൈവത്തിന്റെ അവിശ്വസനീയമായ ജനനത്തിന് സാക്ഷികളാകാം. ഇതിന്റെ ഒരു വലിപ്പം മനസ്സിലാക്കാൻ നമുക്കൊരു ചോദ്യത്തോടെ തുടങ്ങിയാലോ? ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഇതിഹാസങ്ങളിലൊന്നാണല്ലോ മഹാഭാരതം. എന്നാൽ അതിന്റെ 4 ഇരട്ടിയിലധികം വലിപ്പമുള്ള ഒരു പുരാതന ഗ്രന്ഥശേഖരമുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? ഏതായിരിക്കും അത്? ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പുരാണങ്ങൾ. വെറുമൊരു പുസ്തകമല്ല, അതൊരു വലിയ സാഹിത്യ ശേഖരം തന്നെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ഈ പുരാണങ്ങൾ എന്ന് നോക്കാം. പുരാണം എന്ന വാക്കിന് വളരെ ലളിതമായ ഒരു അർത്ഥമാണുള്ളത്. പഴയത് അല്ലെങ്കിൽ പുരാതനമായത്. അതായത് പണ്ടുകാലത്തെ കഥകളും ഐതിഹ്യങ്ങളും അറിവുകളുമെല്ലാം ചേർന്ന് ഒരു വലിയ ശേഖരം. അത്രയുള്ളൂ. ഇവിടെ ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമുണ്ട്. ശ്രുതി എന്ന് പറയുന്ന വേദങ്ങൾ ദൈവം നേരിട്ട് വെളിപ്പെടുത്തിയതാണെന്നാണ് വിശ്വാസം. എന്നാൽ പുരാണങ്ങൾ സ്മൃതി വിഭാഗത്തിലാണ് വരുന്നത്. അതായത് ഋഷിമാരെ പോലെയുള്ളവർ കേട്ടറിഞ്ഞതും ഓർത്തുവെച്ച് പിന്നീട് തലമുറകൾക്ക് കൈമാറിയതുമായ കഥകളാണിവ. ഓക്കെ, അപ്പൊ നമുക്ക് തിരിച്ച് ഈ സാഹിത്യ പ്രപഞ്ചത്തിന്റെ ആ ഒരു ഭീമാകാരമായ വലിപ്പത്തിലേക്ക് തന്നെ വരാം. പ്രധാനമായിട്ടും 18 പുരാണങ്ങളാണുള്ളത്. ഇവയാണ് നമ്മൾ മഹാപുരാണങ്ങൾ എന്ന് വിളിക്കുന്നത്. ഈ 18 പുരാണങ്ങളും കൂടി ചേർന്നാൽ എത്രയുണ്ടാകുമെന്നറിയാമോ? 4 ലക്ഷത്തിലധികം ശ്ലോകങ്ങൾ. അതായത് ഏകദേശം 80 ലക്ഷം വാക്കുകൾ. ഒന്ന് ഓർത്തു നോക്കൂ, എത്ര വലുതായിരിക്കും ആ ലോകമെന്ന്. ഇവ വെറും കെട്ടുകഥകളല്ല കേട്ടോ, ഇതിൽ പ്രപഞ്ചത്തിന്റെ കാലചക്രത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളൊക്കെയുണ്ട്. ഈ കാലചക്രങ്ങളെയാണ് യുഗങ്ങൾന്ന് പറയുന്നത്. സത്യയുഗത്തിൽ ധർമ്മം അതിന്റെ ഉന്നതിയിലായിരിക്കും. പിന്നെ പതിയെ പതിയെ കുറഞ്ഞ് കലിയുഗമെത്തുമ്പോഴേക്കും അധർമ്മം നിറയും. അതിനുശേഷം ഈ ചക്രം വീണ്ടും ആവർത്തിക്കും. ശരി, ഇത്രയും വലിയൊരു ലോകത്ത് നിന്ന് നമുക്ക് നേരെ ശിവപുരാണത്തിലെ ഒരു കിടിലൻ കഥയിലേക്ക് പോകാം. ദേവന്മാർക്കിടയിലുണ്ടായ ഒരു വലിയ പ്രതിസന്ധിയിൽ നിന്ന് തുടങ്ങുന്നൊരു കഥ. കഥയുടെ തുടക്കം ദേവന്മാരുടെ ഒരു വലിയ ടെൻഷനിൽ നിന്നാണ്. താരകൻ എന്നൊരു അസുരന്റെ ശല്യം സഹിക്കാൻ വയ്യ. അവനെ തോൽപ്പിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയൂ, സാക്ഷാൽ ശിവന്റെ പുത്രന്. പ്രവചനം വളരെ വ്യക്തമായിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നമുണ്ടായിരുന്നു. ശിവനും പാർവതിയും 1000 ദിവ്യവർഷങ്ങളായി തങ്ങളുടെ പ്രണയലോകത്താണ്. ഒരു രക്ഷകനെ വേണമെങ്കിൽ അവരെ ശല്യപ്പെടുത്തണം. പക്ഷെ അതിനാർക്കാണ് ധൈര്യം? ദേവന്മാരാകെ ആശയക്കുഴപ്പത്തിലായി. ഇനി അങ്ങോട്ട് സംഭവിക്കുന്നത് ഒരുപക്ഷേ ലോകപുരാണങ്ങളിലെ തന്നെ ഏറ്റവും വിചിത്രവും അവിശ്വസനീയവുമായ ഒരു ജനനത്തിന്റെ കഥയാണ്. ദേവന്മാരെല്ലാം കൂടി അപേക്ഷിച്ചപ്പോൾ ശിവൻ തന്റെ ദിവ്യമായ ബീജം പുറത്തുവിട്ടു. പക്ഷേ അതിന്റെ യാത്ര അത് ശരിക്കും അവിശ്വസനീയമായിരുന്നു. ആദ്യം അത് അഗ്നിദേവന്റെ ഉള്ളിലെത്തി. ചൂട് സഹിക്കാൻ വയ്യാതെ അഗ്നി അത് ഋഷിപത്നിമാർക്ക് കൈമാറി. അവരത് ഹിമാലയത്തിന് നൽകി. ഹിമാലയം അത് ഗംഗാനദിയിലേക്കെറിഞ്ഞു. ഒടുവിൽ ഗംഗാനദി ആ ദിവ്യബീജത്തെ ഒരു ഞാങ്ങണക്കാട്ടിലെത്തിച്ചു. അവിടെ ആ അദ്ഭുത ശിശു പിറന്നു. പക്ഷെ ഈ സംഭവങ്ങളെല്ലാം പാർവതീദേവിയെ വല്ലാതെ ചൊടിപ്പിച്ചു. തന്റെ മാതൃത്വം തടസ്സപ്പെടുത്തിയതിൽ കോപം കൊണ്ട് ജ്വലിച്ച ദേവി ദേവന്മാരെ ശപിക്കുകയാണ്. കണ്ടില്ലേ, ദിവ്യമായ കാര്യങ്ങളിൽ പോലും എത്ര ശക്തമായ വികാരങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാമെന്ന്. അങ്ങനെ കൃത്തികമാരെന്ന് വിളിക്കുന്ന നക്ഷത്രകന്യകമാർ വളർത്തിയ ആ കുട്ടിക്ക് കാർത്തികേയൻ എന്ന് പേരുകിട്ടി. ഇനി അവന്റെ വിധിയുടെ സമയമാണ്. താരകനെ വധിക്കാനായി ആയുധമണിയാൻ ആ ബാലനെ ദിവ്യസഭയിലേക്ക് കൊണ്ടുവന്നു. ആ കുട്ടിയെ ഒരു യോദ്ധാവാക്കാൻ വേണ്ടി ഓരോ ദേവന്മാരും അവരുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങൾ നൽകി. ശിവൻ ത്രിശൂലം കൊടുത്തു, വിഷ്ണു സുദർശനചക്രം നൽകി, ഇന്ദ്രൻ വജ്രായുധം. അങ്ങനെ ഓരോരുത്തരും തങ്ങളുടെ ശക്തിയുടെ ഭാഗം നൽകി. ആ നിമിഷം തന്നെ ആ ബാലൻ ദേവസേനയുടെ സർവ്വസേനാധിപനായി മാറി. അപ്പോ ഈയൊരു ഗംഭീര കഥ കേട്ട് കഴിഞ്ഞില്ലേ? ഇനി നമുക്ക് ഒന്നുകൂടി സൂം ഔട്ട് ചെയ്തു നോക്കാം. ഈയൊരു കഥ പുരാണങ്ങളെക്കുറിച്ച് എന്താണ് നമ്മളോട് പറയുന്നത്? ദേവന്മാരുടെ നിരാശയുടെയും ഒരു അത്ഭുത ജനനത്തിന്റെയും ഈ അവിശ്വസനീയമായ കഥയിൽ നിന്ന് പുരാണങ്ങളെപ്പറ്റി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാം? ഒന്നാമതായി, ഈ കഥകളുടെയൊക്കെ ഒരു സ്കെയിൽ അത് പ്രപഞ്ചത്തോളം വലുതാണ്. യുഗങ്ങളെയും ലോകങ്ങളെയും കുറിച്ചാണ് സംസാരം. രണ്ടാമത്തെ കാര്യം, ഇവരൊക്കെ ദൈവങ്ങളാണെങ്കിലും അവരുടെ വികാരങ്ങൾ വളരെ മാനുഷികമാണ്. ദേവന്മാരുടെ നിരാശ, പാർവതിയുടെ കോപം, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ ഓരോ പ്രവൃത്തിക്കും ഒരു പ്രത്യാഘാതം ഉണ്ട് എന്ന വലിയൊരു ആശയവും ഇതിലുണ്ട്.
ദേവശാസ്ത്രവും പ്രപഞ്ചശാസ്ത്രവും നാടകീയതയും എല്ലാം ഒരുമിച്ച് ചേർന്നൊരു ലോകമാണ് പുരാണങ്ങളുടേത്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കാർത്തികേയന്റെ ജനനകഥ ഇത്രയും വലിയൊരു സാഹിത്യത്തിലെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അത് നമ്മളെ ഒരു വലിയ ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത്. ഇതൊരു കഥ മാത്രമാണെങ്കിൽ ആ 80 ലക്ഷം വാക്കുകളില് വേറെ എന്തെല്ലാം അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവാം?